മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇത് പറഞ്ഞാൽ തീരില്ല, ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ കുടുംബ പ്രശ്നം ഇങ്ങനെ നമ്മൾ എന്ത് കണ്ടാലും പ്രശ്നങ്ങളാണ്. ഒന്നുമില്ലെങ്കിൽ അയൽവക്കക്കാരുമായിട്ടെങ്കിലും പ്രശ്നമുണ്ട്, വഴിത്തർക്കങ്ങൾ, പ്രശ്നങ്ങളുണ്ട്. ഇത് തന്നെ നമ്മളെ ബാധിക്കാറുണ്ട്, നമ്മുടെ കുടുംബത്തെ ബാധിക്കാറുണ്ട്. ഭർത്താവ് ജോലിക്ക് പോയി കഴിയുമ്പം അപ്പുറത്തെ വീട്ടിലെ കോഴിയും പശുവും ഒക്കെ ഇങ്ങോട്ട് കയറാനും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെല്ലാം ഏത് രീതിയിലായാലും കുടുംബത്തിൽ പ്രശ്നങ്ങളാവുള്ളത് ഇതേ ഉള്ളൂ. പിന്നെ വേറെ ഇപ്പം അധികം കാണാത്തൊരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നൊരു പ്രശ്നമായിരുന്നു അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള പ്രശ്നം. ഇപ്പം ഈ ജോയിൻറ്റ് ഫാമിലി ഇല്ലാത്തതുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഇന്ന് അധികം ഇല്ല. അമ്മായിയമ്മയും മരുമോള് UK ആയിരിക്കും, വർഷത്തിലൊരിക്കലും കാണാം, അല്ലെങ്കിൽ 2-3 വർഷം കൂടുമ്പോൾ ഒന്ന് വന്ന് അമ്മായിയമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഇച്ചിരി കാശുമൊക്കെ കൊടുത്ത് ഒരു സാരിയൊക്കെ കൊടുത്ത് അങ്ങ് പോയി കഴിയുമ്പം ആ പ്രശ്നമൊക്കെ അങ്ങ് തീരും. ഇപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. പണ്ട് ഒരുമിച്ച് താമസിക്കുമ്പോഴായിരുന്നല്ലോ പ്രശ്നം, അമ്മായിയമ്മ മരുമോൾ പ്രശ്നം, അതിനോട് വെച്ച് നാത്തൂൻ്റെ പ്രശ്നം, ഇതൊക്കെ പണ്ട് ഒരുപാടുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴ് കുറവാണ് എന്ന് കാണുന്നു. അതൊന്നും ഇപ്പോൾ ഈ കൂട്ടുകുടുംബം ഇല്ലാത്തതുകൊണ്ട് കുറവാണ്, അത് നമ്മളെ കാണുന്നു. അപ്പോഴേ നമ്മൾ ഇനി പ്രശ്നം പഠിച്ചുകൊണ്ടിരിക്കാതെ ഇനി പരിഹാരത്തിലേക്ക് പോകാം. ഓരോ പ്രശ്നങ്ങൾ, ഈ പരിഹാരത്തിൻ്റെ ഇടയ്ക്കും പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം എന്ന് നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടാൽ അടുത്ത എപ്പിസോഡുകളിൽ ഈ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ പരിഹാരമോ പറയാം. കൗൺസിലിങ്ങിനൊക്കെ ആളുകൾ വരികയും ഫോണിൽ കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഡൈവേഴ്സുമായിട്ടുള്ള ഇഷ്യൂസുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ വരുന്നത്. ഈ ഡൈവേഴ്സ് ഇഷ്യൂസും ഒക്കെ നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് പ്രാർത്ഥനയോടുകൂടി ഡീൽ ചെയ്യേണ്ട വിഷയങ്ങളാണ്. അത് സെപ്പറേറ്റായിട്ട് സംസാരിക്കുകയും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് അത് ഒക്കെ പ്രാർത്ഥനയിൽ കൂടി ദൈവം വിടുതൽ തരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളിത് പ്രൊസീഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കൂടുതലായിട്ടത് വരുന്ന ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. നോർമലായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ലൈഫിൽ നിന്ന് വ്യത്യസ്തമായി വരുന്നതെല്ലാം തന്നെ ഡീവിയേഷനാണ്, അല്ലേ? നമുക്കറിയാം, ഒരു കൃഷി ചെയ്യുമ്പോഴേ ആ കൃഷിയിൽ നിന്ന് ഇത്ര ഫലം വരണം, അല്ലെങ്കിൽ ഒരു തെങ്ങ് നമ്മൾ നട്ടു കഴിഞ്ഞാൽ ആ തെങ്ങിൽ നിന്ന് ഇങ്ങനെയുള്ള ഫലങ്ങൾ വരണം. ഒരു മാവാണെങ്കിലും പിന്നെ വേറെ ഒരു ഫലവൃക്ഷമായാലും അതിൽ നിന്ന് അത് പെർവേർട്ടഡായി പോയി, അല്ലെങ്കിൽ അതിൽ നിന്ന് അത്രയും ഫലം കിട്ടുന്നില്ലെങ്കിൽ ഒത്തിരി കാരണങ്ങളുണ്ട്. അന്ന് കീടത്തിൻ്റെ പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ വളം ഇട്ട് കൊടുക്കുന്നതിൻ്റെ പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ അത് നമ്മൾ കൃഷിയിൽ നമ്മൾ കാണുന്ന കാര്യം. എന്ന് പറയുന്നത് പോലെ ഒരു ഫാമിലിയിൽ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ പോകാതിരിക്കുന്ന കുടുംബത്തിലെല്ലാം പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളൊന്നുമില്ല. ഏതെങ്കിലും കുടുംബത്തിൽ പ്രശ്നം ഇല്ലെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനും പറ്റില്ല. കാരണം ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകും. കാരണം 2 പേര് 2 ബാക്ക്ഗ്രൗണ്ടാണ്, രണ്ട് പേഴ്സണാലിറ്റീസാണ്, 2 ഇടത്തു നിന്ന് വരുന്നവരാണ്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്, പേരൻസ് വരുന്നുണ്ട്, അതെല്ലാം പ്രയാസങ്ങളുണ്ടാകും. അതുകൊണ്ട് അതിൽ നിന്ന് നോർമൽസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയാൽ നമ്മൾ അതിനെ അപ്പോൾ തന്നെ അത് വെറുതെ വിടാനായിട്ട് പറ്റുകയില്ല. അതിന് ഒരു പരിഹാരം നമ്മൾ കണ്ടെത്തണം. ആദ്യം പ്രശ്നം എന്താണെന്ന് കണ്ടെത്തണം, രണ്ടാമത് പരിഹാരം കണ്ടെത്തണം. ഈ പ്രശ്നവും പരിഹാരവും, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഭാര്യയുടെ മൊബൈലിൽ ആരോ വിളിച്ച് ശല്യപ്പെടുത്തുന്നു എന്നിരിക്കട്ടെ, സപ്പോസ് ശല്യപ്പെടുത്തുന്നു എന്നിരിക്കട്ടെ. ഇത് എവിടെ വരെ പോകുന്നു എന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമോ? അങ്ങനെ വെയിറ്റ് ചെയ്തു. വണ്ടിയുടെ ബ്രേക്ക് പൊട്ടി, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക, വണ്ടിയുടെ ബ്രേക്ക് പൊട്ടി. ഇത് എവിടെ പോകും വരെ നോക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ അത് സൈഡിലാക്കി അപകടം ഉണ്ടാകാതിരിക്കാനാണ് നോക്കുക. എന്ന് പറയുന്ന പോലെ നമ്മളൊരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഡിലേ ആക്കുകയല്ല, ആ പ്രോബ്ലംസിൽ കണ്ടിന്യൂ ചെയ്യുകയല്ല, എത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ വേറൊരു എക്സാമ്പിളാണ്, കൗമാരപ്രായത്തിലാകുമ്പം പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ടീൻസിൽ ചില പ്രയാസങ്ങൾ അവർക്കുണ്ട്. കാരണം ആ സമയത്തുള്ള അവിടെ ഹോർമോൺ നിലകളൊക്കെ ചേഞ്ചസ് ഉള്ളതുകൊണ്ട് ചില പ്രയാസങ്ങളുണ്ട്. എന്നാൽ അവൻ എപ്പോഴും റൂമിൽ കയറി കതവടച്ചിരിക്കുകയാണ്, ആരോടും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വെറുതെ വിടാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ അത് നേരിടണം, അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. എന്ന് പറയുന്ന പോലെ ഒരു പ്രശ്നം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിനൊരു സൊല്യൂഷൻ നമുക്ക് നടത്തണം. ആദ്യം ഉള്ളത് നോ യുവർ പ്രോബ്ലം, നിങ്ങളുടെ പ്രശ്നത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് അത് പ്രാർത്ഥനയോടുകൂടി നേരിടണം.
എന്ത് പ്രോബ്ലം വേണമെങ്കിലും വരാമല്ലോ. ഇപ്പം ബൈബിളിൽ തന്നെ എലിസബത്തിൻ്റെ ഒരു എക്സാമ്പിൾ അറിയാം. യോഹന്നാൻ സ്നാപകനുണ്ടായി എലിസബത്തിൻ്റെ കാര്യം. അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവർ ദൈവത്തോട് നീതിയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അന്നേരം എന്താണ് അവർ ചെയ്തത്? അവർ ദൈവത്തോട് പറയുകയായിരുന്നു ചെയ്തത്, നേരിട്ട് പറയുകയാണ് ചെയ്തത്. അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവർ എന്ത് പ്രശ്നം വന്നാലും ആദ്യം ചെയ്യാനായിട്ടുള്ളത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി പറയുക എന്നുള്ളതാണ്. ജെനുവിനായിട്ട് പറയുക എന്നുള്ളതാണ്. ആദ്യം ഇപ്പം ഭാര്യയും ഭർത്താവും തമ്മിലൊരു ഇഷ്യൂ ആണെങ്കിൽ, ഇതിപ്പം ഇവർ ജനറൽ പ്രിൻസിപ്പിളാണ്. അന്നേരം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഷ്യൂ ആണെങ്കിൽ ഈ ഭാര്യയ്ക്ക് തന്നെ ഒരു ഇഷ്യൂ ആണെങ്കിൽ ഭർത്താവിനെ അറിയിക്കണം, ഭർത്താവിന് തന്നെ ഒരു ഇഷ്യൂ ആണെങ്കിൽ അത് ഭാര്യയെ അറിയിക്കണം. എന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടെ ചേർന്നാണ് ദൈവത്തിൻ്റെ സന്നിധിയിലെ ഈ ഇഷ്യൂ അറിയിക്കേണ്ടത്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഭർത്താവ് താമസിച്ച് വരുന്നു. അച്ഛൻ എന്നും വരുമ്പോൾ താമസിച്ചാണ് വരുന്നത്. ഒരു അച്ഛൻ എന്തായി ഓഫീസിൽ നിന്ന് താമസിച്ച് വരുന്നത്? അതിൻ്റെ കാരണം വേറൊരാളുടെ ചോദിക്കുകയല്ല. ഒരു CBI പണിയല്ല ഭാര്യ ചെയ്യേണ്ടത്. ഓഫീസിലുള്ള മറ്റുള്ളവരൊക്കെ എത്ര മണിക്കാണ് പോകുന്നത്, എത്ര മണിക്കാണ് വരുന്നത്, എൻ്റെ ഭർത്താവ് മാത്രമേ താമസിച്ച് വരുന്നുള്ളൂ. ഇങ്ങനെ അതിന് പറയുന്ന ഒരു സംശയരോഗം എന്നാണ്, ഒരു ഡിലൂഷണൽ ഡിസോർഡർ എന്നാണ് ഇതിന് പറയുന്നത്. ഒരു സംശയരോഗമാണ്. അങ്ങനെയല്ല അത് കൈകാര്യം ചെയ്യേണ്ടത്. കൈകാര്യം ചെയ്യേണ്ടത് ഭർത്താവിനോട് തന്നെ നേരിട്ട് ചോദിക്കണം, എന്തായിരുന്നു ഓഫീസിൽ പോയപ്പോൾ എന്തൊക്കെയായിരുന്നു അവിടെ പ്രശ്നം, എന്തുകൊണ്ടാണ് അത്രയും വർക്ക് ലോഡ് വരുന്നത്, ഇതൊക്കെ ഒന്ന് സംസാരിക്കുക. അതാണ് ആ ഓപ്പൺനെസ് നമുക്ക് വേണം സംസാരിക്കാനായിട്ട്. അതായത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഇപ്പം ഇടയ്ക്കൊക്കെ താമസിക്കുന്നതൊക്കെ നമുക്കറിയാം, ഓഫീസിലെ വർക്ക് ലോഡ് കൂടുകയൊക്കെ ചെയ്തു. ഡെയിലി ഇങ്ങനെ താമസിച്ച് വരികയാണെങ്കിൽ അതിലെന്താണ് അതിൻ്റെ ഇഷ്യൂ എന്ന് അത് കണ്ടുപിടിക്കണം. മാത്രമല്ല, ഭാര്യ ചോദിച്ചില്ലെങ്കിൽ കൂടി ഭർത്താവ് ഭാര്യയോട് പറയണം, എനിക്കിങ്ങനൊരു ഇഷ്യൂ ഉണ്ട് ഓഫീസിൽ. ഭാര്യ അതുപോലെ ഭർത്താവിനോട് പറയും, ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്, പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്, അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് എന്തെങ്കിലും സജഷൻ ഉണ്ടോ. അവിടെ ഒരു ഓപ്പൺനെസ് ആവശ്യമാണ്. ചില വിഷയങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതിരിക്കും. നേരത്തെ നമ്മൾ സംസാരിച്ചാണ് ഭാര്യ ഭർത്താവ് തമ്മിൽ ഇമോഷണലായിട്ടും സൈക്കോളജിക്കലായിട്ടും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ സംസാരിച്ചാണ്. അന്നേരം ചില കാര്യങ്ങൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഭർത്താവ് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഭാര്യയോട് ബൈ പറയണം. ഭാര്യയെ അവിടെ ഹായ് പറയുകയോ ഹഗ് ചെയ്യുകയോ ഒരു ഉമ്മ കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് വിടുന്നൊരു സ്വഭാവം ഭർത്താവിന് ഉണ്ടെന്നിരിക്കട്ടെ. എന്നാൽ ഭർത്താവ് ഭാര്യ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഒരു ഹായ് എങ്കിലും പറയുമെന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ഇത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്താ, അവിടെ ഒന്ന് എൻകറേജ് ചെയ്യണം, ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അന്നേരം അവിടെ വീടിൻ്റെ മുമ്പിലൊരു പട്ടിയുണ്ട്. ആ പട്ടി ഇങ്ങനെ വാലിട്ടാട്ടി ആ പട്ടിക്കൊരു തട്ടൊക്കെ കൊടുത്ത് കാത്തോണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി. എന്നാൽ ഭാര്യയെ ഗവനിച്ചതേ ഇല്ല. ഭാര്യയ്ക്ക് എന്ത് വിഷമമാണ്, ഞാൻ ഇത്രയൊക്കെ കൊടുത്തെല്ലാം ചോറും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം കൊടുത്തിട്ട് എന്നെ ഗവനിച്ചില്ല, അതിന് പകരം പട്ടിയെ തട്ടി. ഓഫീസിൽ ചെന്ന് ഭാര്യയെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുമ്പോൾ ഭാര്യ മിണ്ടത്തില്ല. അന്നേരം എനിക്ക് ട്രെയിൻ കിട്ടിയില്ല, താമസിച്ചെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്ത് വേണമെന്നുള്ള രീതിയിലുള്ള പ്രതികരണം, ഒരു നെഗറ്റീവ് പ്രതികരണം. എന്നാൽ ഞാൻ പട്ടിയെ തട്ടുന്നതിന് പകരം എൻ്റെ കുട്ടിയെ ഒന്ന് തട്ടിയിരുന്നെങ്കിൽ, ആ ഭാര്യയെ ഒന്ന് തട്ടിയിരുന്നെങ്കിൽ ഈ പ്രശ്നം തീരുമായിരുന്നു. അതിൽ ഈ പ്രശ്നം പിന്നെ അത് പൊങ്ങി വരാൻ, നിസ്സാര കാര്യങ്ങളാണ് പൊങ്ങി വരുന്നത്. അതുകൊണ്ട് ഇത് തീരാനായിട്ട് ഇത് റിയലൈസ് ചെയ്യുമ്പം തന്നെ ഒന്ന് ക്ഷമ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഭാര്യ പറയുക, നിങ്ങൾ പോയിട്ട് എന്നെ ഒന്ന് ഗവനിച്ചില്ലല്ലോ, ഞാൻ ഇത്രയും ചെയ്തില്ല എന്നൊന്ന് പറയുകയും അന്യോന്യം ട്രാൻസ്പെറൻ്റായിട്ട് ഡിസ്കസ് ചെയ്യുകയും, അത് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് ഭാര്യ ഭർത്താവിനെ അറിയിക്കുകയോ എങ്ങനെയെങ്കിലും ആ കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് സംസാരിക്കണം. സംസാരിച്ച് തീർക്കാനുള്ള കാര്യമാണ്. അവിടെ ഒരു ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവന്ന്, അൺഫോർഗിവിങ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവന്ന് ഒരിക്കലും ആ ഇഷ്യൂസ് കോംപ്ലിക്കേറ്റഡ് ആക്കി കൊണ്ടുപോകരുത് എന്നാണ് എനിക്കിതിനകത്ത് പറയാനായിട്ടുള്ളത്. ഇത് ഒരു എക്സാമ്പിൾ ഞാൻ കോട്ട് ചെയ്യുന്നുള്ളൂ. ഇതുപോലെ റിലേറ്റഡായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭർത്താവിൻ്റെ ഓഫീസിലേക്കുള്ള
വണ്ടി പോവും, അല്ലെങ്കിൽ സമയം ലേറ്റായി പോകുന്നതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഓടുന്ന ഭർത്താവ്, അല്ലെങ്കിൽ ലഞ്ച് എടുക്കാതെ പോകുന്ന ഭർത്താവ്, ഭാര്യയ്ക്ക് അതുമായിട്ടുള്ള മാനസികമായിട്ടുള്ള പിരിമുറുക്കം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഫാമിലിയിൽ. ഇതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നേ ഉള്ളൂ, വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഇത് സ്നേഹത്തോടു കൂടി പറയുകയും പരിഹരിക്കാനും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു ഇഷ്യൂ ആക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അത് ഓൺ ഗോയിങ് പ്രോസസ്സ് ആക്കരുത്. ഒന്നാമത് പറഞ്ഞത് പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കുക, നോ യുവർ പ്രോബ്ലം. രണ്ടാമത് പറഞ്ഞ് പ്രാർത്ഥനയോട് ഈ പ്രശ്നത്തെ നേരിടണം. മൂന്നാമത് പറഞ്ഞ് അന്യോന്യം അത് ഡിസ്കസ് ചെയ്യണം, ആ പ്രശ്നങ്ങളൊരു ട്രാൻസ്പെറൻസി കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അന്യോന്യം അത് അറിയണം എന്ന് പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ അത് നമ്മുടെ പാർട്ട്ണറെ അറിയിക്കണം, അത് മറന്നേ പോകരുത്. ദാവീദ് രാജാവ് ബത്ശബയോട് താല്പര്യം തോന്നി. രാജാവ് യുദ്ധത്തിന് പോവാതെ മാളികയുടെ മേളിൽ കയറിയെന്ന് നോക്കി. ബത്ശബയോട് താല്പര്യം തോന്നിയപ്പോഴേ ബത്ശബയ്ക്ക് ഈ കാര്യം ഭർത്താവിനെ അറിയിക്കാമായിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ പറയാം. ബത്ശബയ്ക്ക് തൻ്റെ പ്രശ്നം ഭർത്താവിനെ അറിയിക്കും. എന്നാൽ ദാവീദ് രാജാവിന് എന്നോട് താല്പര്യം തോന്നിയിരിക്കുന്നു, ഇതറിയിച്ചിരുന്നെങ്കിൽ കഥ തിരിഞ്ഞേനെ, ഭർത്താവ് മരിക്കയില്ലായിരുന്നു. ഭർത്താവിനെ കൊല്ലാനായിട്ട് പദ്ധതി ഇട്ടത് ബത്ശബയെ വേണം എന്നുള്ളതുകൊണ്ടാണ്. ബത്ശബ ഇത് ഭർത്താവിനെ അറിയിച്ചില്ലെങ്കിൽ ഭർത്താവ് മനസ്സിലാക്കിയതിനെ എന്നെ കൊല്ലാനാണ് അവൻ മുമ്പോട്ട് അയക്കുന്നത്, അതുകൊണ്ട് പോരുതെന്ന് മാറി നിൽക്കാമായിരുന്നു. നമ്മൾ ഏതെങ്കിലും ജീവിതത്തിലെ ഏതെങ്കിലും പ്രശ്നത്തിൽ കൂടി കടന്നു പോകുമ്പോഴേ നമ്മൾ അറിയിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത്, ഇമ്മീഡിയറ്റായിട്ട് അറിയിക്കേണ്ടത് നമ്മുടെ പാർട്ട്ണറെയാണ്. നമ്മളത് അറിയിക്കാതെ മറച്ചു വെച്ചാൽ അതിൻ്റെ കോൺസിക്വൻസ് സിവിയർ ആവും. നേരത്തെ സൂചിപ്പിച്ച അനന്യാസ് സഫീറയും, അനന്യാസ് സഫീറയ്ക്ക് ഭർത്താവിനോട് പറയാമായിരുന്നു, അച്ചായ ഈ കളി ശരിയല്ല, വിറ്റത് കുറച്ച് നമ്മൾ ഒളിച്ചു വെച്ചിരിക്കുക, അങ്ങനെ ഒളിച്ചു വെക്കരുത്, അത് നമ്മൾ ദൈവത്തിന് കൊടുക്കണം. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഭാര്യയ്ക്കെങ്കിലും രക്ഷപ്പെടാമായിരുന്നു. ഇത് പറയുന്നത് എന്താണ്, ഭാര്യയും അതിന് കൂട്ടുനിന്നു, ഭാര്യ രക്ഷപ്പെട്ടില്ല. തെറ്റുകൾ കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ അത് മറച്ചു വയ്ക്കാതെ മുന്നോട്ട് പോകുക, അന്യോന്യം ഷെയർ ചെയ്ത് ഡിസ്കസ് ചെയ്ത് ആ തെറ്റുകളുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സോ നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് വെച്ചാൽ അന്യോന്യം ഡിസ്കസ് ചെയ്യുക, അറിയിക്കുക, മറച്ചു വയ്ക്കരുത്. ഇതാണ് മൂന്നാമത് പറഞ്ഞ കാര്യം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ നമ്മുടെ തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് പറഞ്ഞിരുന്നല്ലോ, അതിനകത്ത് കൊണ്ടുവന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമ്മൾ അന്യോന്യം ഇത് മറച്ചു വയ്ക്കാതെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഇനിയും അടുത്തത്, പരിഹരിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ ജീവിതം ഒന്ന് റിവ്യൂ ചെയ്യണം. എവിടെയെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ജസ്റ്റിഫൈ ചെയ്യാതെ അത് തിരുത്താനായിട്ട് നമ്മൾ പഠിക്കണം. ഓർക്കുക, നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ദൈവവചനമാണ്. ദൈവവചനം വെച്ചാണ് നമ്മൾ എല്ലാം വിവേചിക്കേണ്ടത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലോ നടപ്പോ സാമൂഹിക പശ്ചാത്തലമോ അല്ലെങ്കിൽ ട്രഡീഷൻസോ ഒന്നുമല്ല, കാരണം ദൈവവചനമാണ്. അതുകൊണ്ട് നമ്മുടെ ചെക്കപ്പ് നമുക്ക് ആവശ്യം. ഓടുന്ന വണ്ടിയായാലും സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടി ഇടയ്ക്ക് നമ്മൾ ചെക്കപ്പ് ചെയ്യത്തില്ലേ എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വീക്ക്ലി വൺസിലെ ഹസ്ബൻഡും വൈഫും കൂടെ ഇരുന്ന്, അത് ഈ ഇമ്മീഡിയറ്റ് മാരീഡ് മാത്രമല്ല, 50 ആയാലും 60 ആയാലും 70 ആയാലും ആ സമയങ്ങളിലിരുന്ന് ഇത് പരിഹരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊരു ഇൻട്രോസ്പെക്ഷൻ നടത്തണം. അത് കുഞ്ഞുങ്ങളുടെ അഭാവത്തിൽ ആണ് ചെയ്യേണ്ടത്. കാരണം കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള ഇഷ്യൂസിനകത്ത് ഇടപെടരുതല്ലോ. കുഞ്ഞുങ്ങളുടെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരെയും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഡിലേ ചെയ്യിക്കരുത് എന്ന് നമ്മൾ മറന്നു പോകരുത്. വഷളാക്കിയാൽ എന്താ സംഭവിക്കുന്നത്? മുട്ടുസൂചി കൊണ്ട് എടുക്കേണ്ടത് ഇരുമ്പ് കൊണ്ട് എടുക്കേണ്ടി വരും, തൂമ്പ കൊണ്ട് എടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഈ ഒരിക്കലും ഡിലേ ചെയ്ത് പ്രശ്നങ്ങൾ അപ്പോഴേ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. സദൃശവാക്യം 20:3
വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്ന പുരുഷന് മാനം, എന്നാൽ ഏത് ഭോഷനും ശണ്ട കൂടും. അന്നേരം നീട്ടിക്കൊണ്ടു പോകുന്ന ഭോഷന്മാരാണ്, വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്ന ആൾ ബുദ്ധിയുള്ളവനാണ്. ഇറ്റ് ഈസ് ആൻ ഓണർ ഫോർ എ മാൻ ടു സീസ് ഫ്രം സ്ട്രൈഫ്. വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നവൻ ബുദ്ധിയുള്ളവനാണ്. ദൈവം അതേ പ്രിൻസിപ്പിളാണ് എടുത്തത്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിലെ ആദം പാപം ചെയ്തു, വെയിലാറിയപ്പോൾ ദൈവം വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നുവെച്ചാൽ ചിന്തിക്കാനുള്ള സമയം അധികം കൊടുത്തില്ല. 1.5 വർഷം കഴിഞ്ഞിട്ടല്ല ദൈവം വരുന്നത്. അന്നേരം ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നു കഴിയുമ്പോഴേ അവിടെ ഒരു സ്റ്റാൻഡ് ബൈ എന്ന് വെച്ചാൽ മുമ്പോട്ടുള്ള പ്രയാണം ഒരു തടസ്സം വരികയാണ്. അതിന് അങ്ങനെയാണ് വിജയത്തിലേക്ക് നമ്മൾ എത്തത്തില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രശ്ന പരിഹാരം ഇമ്മീഡിയറ്റായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതിനൊരു അവസരം നമ്മൾ ഒരുക്കാനായിട്ട് നമ്മൾ മറന്നുപോകും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഭാര്യയ്ക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഭർത്താവ് ഭാര്യയുടെ ഷൂവിൽ നിന്ന് ചിന്തിക്കണം. അതുപോലെ ഭാര്യയ്ക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഭർത്താവിൻ്റെ ഷൂവിൽ നിന്ന് ഭാര്യ ചിന്തിക്കണം. അങ്ങനെയാകുമ്പോഴാണ് പരസ്പര ബഹുമാനത്തോടുകൂടി കാര്യങ്ങളെ ചിന്തിപ്പാനും ഡിസ്കസ് ചെയ്യുവാനും ഇടവരുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായെന്നിരിക്കട്ടെ, സപ്പോസ് ഒരു ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ ആ ഇഷ്യൂ പരിഹരിക്കാൻ തുടങ്ങുമ്പോൾ നീ എന്ന് പറഞ്ഞ് തുടങ്ങരുത്. നമ്മളത് പറയുമ്പോൾ നീ അല്ലേ അത് പറഞ്ഞത്, നീ അല്ലേ എന്നും പറഞ്ഞ് തുടങ്ങരുത്. അത് പറയുന്ന വേറൊരു പ്രസൻറ്റേഷനിൽ, ഇപ്പം അത് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് മിക്കവാറും ഭാര്യമാർ ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ല. അവർ ഇമോഷണലാണ്, അവർ മൂലയ്ക്ക് മുഖം വീർപ്പിച്ച് കെട്ടിയിരിക്കും. അത് നീ പറഞ്ഞുകൊണ്ടല്ലേ നീ അങ്ങനെ ആയത് എന്നങ്ങനെ പറയരുത്. അത് ഇങ്ങനെ പറയണം. ഒരു പക്ഷേ അടിച്ചു എന്നിരിക്കട്ടോ, സപ്പോസ് അടിച്ചു, അങ്ങനെ അടിക്കാൻ പാടില്ല. ഈവൻ മനസ്സിലെ കയ്പ് പോലും തോന്നരുതെന്നാണ് നമ്മൾ കഴിഞ്ഞ മാസം പഠിച്ചത്. ഇമോഷണലായി, ഞാനന്ന് ഇമോഷണലായിപ്പോയി, നിൻ്റെ വാക്ക് കേട്ടപ്പോഴേ ഞാനന്ന് ഇമോഷണലായി, ഒന്ന് അടിച്ചു പോയി എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഭാര്യ പറയും, നിങ്ങൾ എപ്പോഴും ഈ ബൈബിൾ എടുത്ത് ഇങ്ങനെ ബൈബിൾ കാര്യം പറഞ്ഞുകൊണ്ട് കിടക്കുക, എന്നെ ഒന്നും സഹായിക്കത്തില്ല. അവനെ ഭർത്താവ് അങ്ങോട്ട് പറയുക, ഉടനെ റിറ്റാലിറ്റി ചെയ്യുന്നത്, നീ രക്ഷിക്കപ്പെട്ടോളാം, ഇങ്ങനെയുള്ള ചോദ്യങ്ങളല്ല ചോദിക്കേണ്ടത്. അതിന് ഉടനെ തിരിച്ച് ഭാര്യ ചോദിക്കും, വിവാഹാലോചനയായപ്പോൾ നിങ്ങളത് ചോദിച്ചതല്ലേ, നിങ്ങൾ എന്തോ നോക്കിയാണ് എന്നെ കെട്ടിയത്. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളിലേക്ക് പോയി അത് നേരത്തെ ഉള്ളതിൽ കുറച്ചുകൂടെ വഷളാവും. അതുകൊണ്ട് ചൊറിഞ്ഞ വർത്തമാനം, നമ്മളിത് പറയുന്നത് ചൊറിഞ്ഞ വർത്തമാനമാണ്. ഇത് പറഞ്ഞിട്ട് അന്യോന്യം ഇഷ്യൂ ഉണ്ടായി തല്ലുന്നതിന് ഒന്നും ഇടവരരുത്. ഇത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂ ഉണ്ട്. നമ്മൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചില ഭാര്യമാർ പറയും, ഞാൻ ആർക്കും ഭാരമാവുന്നില്ല, ഞാൻ ഒഴിഞ്ഞു തരാം, നിങ്ങൾ ആരെങ്കിലും കല്യാണം കഴിച്ചോ. ഇങ്ങനെയൊക്കെ വഴക്കിൻ്റെ ഇടയിൽ പറയുന്ന ഭാര്യമാരുണ്ട്, ഞാൻ ആർക്കും ഭാരമാവത്തില്ല, ഞാൻ ഒഴിഞ്ഞു തരാം എന്നൊക്കെ. ഉടൻ തന്നെ എന്തോ ഭാര്യ അത്രയും റിറ്റാലിറ്റി ചെയ്ത് കഴിയുമ്പോൾ ഭാര്യമാർ ഇമോഷണലല്ലേ, ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഭർത്താവ് അടിച്ചിട്ട് ഇറങ്ങിപ്പോവും. അന്നേരം ഇങ്ങനെ അല്ല പ്രശ്നം പരിഹരിക്കണ്ടേ. അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുന്ന സൗമ്യതയോടുകൂടി ദൈവത്തിന് കൊടുത്ത് നമ്മൾ അത് ഏറ്റെടുത്ത് പരിഹരിക്കണം. നമുക്ക് തുടർന്നും പ്രശ്നപരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കാം. അടുത്ത ഒരു എപ്പിസോഡും കൂടി പ്രശ്നപരിഹാരത്തെക്കുറിച്ച് നമുക്ക് സംസാരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കാവുന്നതാണ്. ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. ഇത് പറഞ്ഞു തീർത്തില്ല. പരിഹരിക്കാനുള്ള കാര്യം നമ്മൾ 2-3 കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. നമ്മുടെ പ്രശ്നം മനസ്സിലാക്കണം, പ്രാർത്ഥനയോടെ അഭിമുഖീകരിക്കണം, തുറന്ന് സംസാരിക്കണം, പരിഹരിക്കാനുള്ള അവസരം ഉണ്ടാക്കണം, ഇൻട്രോസ്പെക്ഷൻ നടത്തണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ്. തുറന്ന് ഇത് വാച്ച് ചെയ്യണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. കർത്താവേ, ക്രിസ്തീയ കുടുംബജീവിതം ബലപ്പെട്ട് മുമ്പോട്ട് പോകാൻ ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ കരുണ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. പ്രശ്നങ്ങൾ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവും, അതില്ലാത്ത കുടുംബങ്ങളൊന്നുമില്ല. എന്നാൽ ഈ പ്രശ്നത്തിൻ്റെ മധ്യത്തിലും ദൈവസന്നിധിയിലെ സന്തോഷത്തോടെ ഇരിപ്പാൻ കർത്താവെ നീ കൃപയൊരുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, പ്രത്യേകിച്ചും
ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച ഏതെങ്കിലും കുടുംബങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരു ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അതൊക്കെ നീ മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ആത്മാവിൻ്റെ കരുതലും പരിപാലനവും ഈ ദിവസങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സമാധാനവും സന്തോഷത്താലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. നിങ്ങളിത് വാച്ച്ഫുള്ളായിട്ടിരിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.